ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ കോട്ട പണി കഴിപ്പിച്ചത് രാജാ ബീർ സിംഗ് എന്ന രാജാവാണെന്നും ഈ മെയിൻ കെട്ടിടത്തിൻ്റെ താഴെ നിലയിൽ രാജ്ഞി മീറ്റിങ്ങുകൾക്കായി ഉപയോഗിച്ചിരുന്നു എന്നും എഴുതിയിട്ടുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ രാജ്ഞി ഇടയ്ക്ക് താമസിച്ചിരുന്നു എന്നും ഈ ബോർഡിൽ എഴുതുന്നുണ്ട്. ഇതാ കണ്ടോ, ഇവിടെയാണ് രാജ്ഞി മീറ്റിങ്ങുകൾക്കായി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന സ്ഥലം. ഇതാ ഇത് കണ്ടോ, ഇതാണ് മെയിൻ കെട്ടിടത്തിൻ്റെ ആദ്യം വരുന്ന ചുറ്റുമതിൽ. ഇതിന് പുറത്തായിട്ട് വേറൊരെണ്ണം, പിന്നെ അതിന് പുറത്ത് വേറൊരെണ്ണം ഉണ്ട്. ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന തോക്കാണെന്നാണ് തോന്നുന്നത്, ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടിട്ട്. ഇത് നമ്മൾ കാണുന്നത് ഫ്രണ്ടിലാണ്, കയറി വരുന്ന ആ ഭാഗത്താണ് കാണുന്നത്. ഇതാണ് റാണി മഹൽ. ഇവിടെ രാജ്ഞി താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കോട്ടയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ സ്ഥലം വരുന്നത്. ഇവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, അത് കാരണം കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ മെയിനായിട്ട് വരുന്നത് ചരിത്രം സൂചിപ്പിക്കുന്ന കുറേ ഫോട്ടോഗ്രാഫുകളാണ്. പിന്നെ പണ്ട് കാലത്ത് കുഴിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന കുറച്ച് ദേവീദേവന്മാരുടെ പ്രതിമകളും താഴെ കണ്ടു. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് ബീഹാറിലെ ബോധ്ഗയ ടെമ്പിളിലേക്കും പിന്നെ വാരണാസിയിലേക്കൊക്കെയാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.